ഹായ് ഫ്രണ്ട്സ്, TJS വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഒരു വ്യക്തിയുടെ പേരിൽ രജിസ്ട്രേഷൻ നടത്തി നൽകപ്പെട്ടിട്ടുള്ള ഒരു സ്വകാര്യ വാഹനം അത് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അത് ഓടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നിയമലംഘനമായിട്ട് പരിഗണിക്കും എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പിൽ നടത്തിയ ഒരു പ്രസ്താവന, വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നാക്കുപിഴ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവന അതേപടി തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ്. വിഷയം സ്വകാര്യ വാഹനങ്ങളുടെയും റെൻ്റ് കാറുകളുടെയും ഉപയോഗം സംബന്ധിച്ചുള്ള സ്പഷ്ടീകരണം. സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ ഉപയോഗത്തിലേക്കായി പണമോ പ്രതിഫലമോ വാങ്ങി വാടകയ്ക്ക് നൽകുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണ്. അനധികൃതമായി വാടകയ്ക്ക് നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്നതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിക്കുന്നു. വാഹന ഉടമയുടെ കുടുംബാംഗങ്ങൾ വാഹനം സ്ഥിരമായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല. അതുപോലെ തന്നെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രതിഫലം കൂടാതെ വാഹനം ഉപയോഗിക്കാൻ നൽകുന്നതിലും തെറ്റില്ല. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ സ്ഥിരമായി മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിനായി വിട്ടു നൽകുന്നതും സ്ഥിരമായി പല വ്യക്തികളെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുവരികയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നതും പത്രമാധ്യമങ്ങൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ പരസ്യം നൽകി വാഹനങ്ങൾ മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വാടകയ്ക്ക് നൽകുന്നതും മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണ്. 8 സീറ്റിൽ കൂടുതൽ ഘടിപ്പിച്ച വാഹനങ്ങൾ വാഹന ഉടമയുടെയും കുടുംബാംഗങ്ങളുടെയും മാത്രം ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് സത്യവാങ്മൂലം വാഹന ഉടമ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുള്ളത്. ഇത്തരം വാഹനങ്ങൾ എന്താവശ്യത്തിനായാലും മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വിട്ടു നൽകുന്നത് നിയമവിരുദ്ധമാണ്. സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ മോട്ടോർ വാഹന നിയമപ്രകാരം റെൻ്റ് ക്യാബ് എന്ന നിയമാനുസൃത സംവിധാനം വഴി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ അനുമതിയുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനായി ലൈസൻസിന് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ 50-ൽ കുറയാത്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങളും മറ്റും അനുബന്ധ സൗകര്യങ്ങളും ആവശ്യമാണ്. അതുപോലെ മോട്ടോർ സൈക്കിളുകൾ വാടകയ്ക്ക് നൽകുന്നതിനായി റെൻ്റ് മോട്ടോർ സൈക്കിൾ എന്ന സ്കീം പ്രകാരമുള്ള ലൈസൻസും നിയമപ്രകാരം അനുവദനീയമാണ്. റെൻ്റ് മോട്ടോർ സൈക്കിൾ സ്കീമിൽ ലൈസൻസിന് അപേക്ഷിക്കുന്നതിനായി ചുരുങ്ങിയത് 5 മോട്ടോർ സൈക്കിളുകൾ ട്രാൻസ്പോർട്ട് വാഹനമായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇത്തരം വാഹനങ്ങളിൽ കറുത്ത പ്രതലത്തിൽ മഞ്ഞ നിറത്തിലുള്ള അക്ഷരങ്ങളിലാണ് രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കുന്നത്. റെൻ്റ് ക്യാബ് സ്കീമിൽ ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പച്ച പ്രതലത്തിൽ കറുത്ത അക്കത്തിലാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം നിയമപരമായ സംവിധാനങ്ങളിൽ കൂടി അനുവദനീയമായി വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങൾക്ക് വാഹനത്തിൻ്റെ ക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, വാടകയ്ക്ക് വാഹനം ഉപയോഗിക്കുന്നവരുടെ സംരക്ഷണത്തിനു കൂടി കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കും. ഇപ്രകാരം യാന്ത്രിക ക്ഷമത പരിശോധിച്ചുറപ്പാക്കിയ വാഹനങ്ങളാണ് പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി വാടകയ്ക്ക് നൽകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുജനങ്ങളുടെ സുരക്ഷയെയും സംരക്ഷണത്തെയും കരുതിയാണ് ഇത്തരത്തിൽ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച് ധാരാളം പരാതികൾ ലഭിക്കുന്നുണ്ട്. ഇത്തരം പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വാഹനങ്ങളെപ്പറ്റി അന്വേഷിച്ച് ദുരുപയോഗം തെളിഞ്ഞാൽ കർശന നടപടികൾ വാഹന ഉടമയ്ക്കെതിരെ സ്വീകരിക്കുന്നതാണ്. അനധികൃതമായി വാടകയ്ക്ക് നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ മോട്ടോർ വാഹന നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതിലുള്ള ആ പാകപ്പിഴകളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്, സ്വകാര്യ വ്യക്തികളുടെ വാഹനം വാടകയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാരിതോഷികത്തിന് നൽകുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ കൂടി അദ്ദേഹം അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ 8 സീറ്ററിന് മുകളിലുള്ള വാഹനം അത് ആ വാഹനത്തിൻ്റെ ഉടമയല്ലാതെ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വാഹനം പരിശോധിച്ച് അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോവുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്.